സംസ്ഥാനത്തെ IT മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരുങ്ങി സംസ്ഥാന വനിതാ കമ്മീഷൻ. IT മേഖലയിലെ സ്ത്രീകളുമായി നേരിട്ട് സംസാരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് വനിതാ കമ്മീഷൻ. സംസ്ഥാനത്ത് IT മേഖലയിൽ 45% സ്ത്രീകളുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. IT മേഖലയിലെ സ്ത്രീകൾക്കായി കൊച്ചിയിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗിന് ശേഷമാണ് കോഴിക്കോട് വനിതാ കമ്മീഷൻ എത്തിയത്. സർക്കാർ IT പാർക്കിൽ ജോലി ചെയ്യുന്ന 80ഓളം സ്ഥാപനങ്ങളിലെ സ്ത്രീകളോടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സംവദിച്ചത്. പ്രസവാവധി, പ്രസവാനന്തരം തൊഴിലിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, സൈക്കോളജിസ്റ്റിന്റെ സേവനം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് സ്ത്രീകളിൽ നിന്നും ഉയർന്നത്. പ്രസവത്തോട് കൂടിയിട്ട് തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നാനിടവരുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റ രീതികൾ പലപ്പോഴും ഉണ്ടാവുകയാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ അവരെ പുറത്തേക്ക് ആക്കുകയല്ല, പറഞ്ഞു വിടുകയല്ല, അവർക്ക് തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ്. ഇത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ അവർക്കിങ്ങനെ മത്സരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി ഏതിന് കൊടുക്കണം? അപ്പോൾ കുടുംബത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണം. സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. തൊഴിൽ വകുപ്പിന് ഇടപെടാൻ കഴിയണം. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചൊക്കെ തന്നെ ഞങ്ങൾ സർക്കാരിന് മുമ്പാകെ ശുപാർശകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. 3 മാസം കൂടുമ്പോഴെങ്കിലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ചേർന്ന് തൊഴിലിടങ്ങളിലെ സാഹചര്യം വിലയിരുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്ന് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ജീവനക്കാരുടെ കുട്ടികൾക്ക് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ ഒരുക്കുന്ന UL സൈബർ പാർക്ക് പോലുള്ള തൊഴിലിടങ്ങൾ ഉണ്ടെന്നും വനിതാ കമ്മീഷൻ വിലയിരുത്തി. വിവിധ ജില്ലകളിലെ പബ്ലിക് ഹിയറിംഗിനൊടുവിൽ സംസ്ഥാനത്തെ IT മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ നിയമങ്ങൾ ശക്തമാക്കുന്നതിന് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.